അമ്മ രാവിലെ കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിൽ പോയതാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആരുമില്ല നോക്കി. ഞങ്ങളുടെ അമ്മയായിരുന്നു. ആരും ഇല്ലാതായി പോയപ്പം. വെള്ളം വെള്ളം സർവത്ര വെള്ളം, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. അഷ്ടമുടിക്കായലിന്റെ മധ്യത്തിൽ കൊല്ലം കോർപ്പറേഷനിൽ ഉൾപ്പെട്ട പുത്തൻതുരുത്താണിത്. കുടിവെള്ളം ശേഖരിക്കാൻ വള്ളത്തിൽ പോയപ്പോൾ അപകടത്തിൽ മരിച്ച പുത്തൻതുരുത്ത് സ്വദേശിനി സന്ധ്യയുടെ വാടക വീടാണിത്. സന്ധ്യയുടെ അമ്മ സന്ധ്യയുടെ മരണവിവരം അറിഞ്ഞിട്ടില്ല. വാടക വീടിന് സമീപം തുണികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അടുത്ത് ഒരു പൈപ്പും കാണാം. ഈ പൈപ്പിൽ വെള്ളമുണ്ടായിരുന്നെങ്കിൽ സന്ധ്യയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. പൊന്നു സഹോദരങ്ങളെ, ഞങ്ങൾക്ക് വെള്ളം വരാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണം. തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇനി എന്ത് തന്നെ വന്നാലും വോട്ടിന് വരെ വല്ല കാട്ടി കിടക്കുന്ന ആളെയും പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അന്നേരം അവർ കാട് കയറുന്നുണ്ടല്ലേ ജനങ്ങളെ കൊണ്ടുപോകാൻ. വയസ്സിൽ നിന്ന് തളർന്ന് കിടക്കുന്നവരെയും പൊക്കി എടുത്തുകൊണ്ട് പോയി വോട്ട് ചെയ്യിക്കാനായിട്ട്. വരട്ടെ. ഇത്രയും ദിവസം 8 ദിവസമായിട്ട് ഒരു മനുഷ്യരും എത്തി നോക്കിയിട്ടില്ല. വാടക വീടിന് സമീപം ആ കാണുന്നതാണ് സന്ധ്യയുടെ കുടുംബ വീട്. ബന്ധുക്കളും അയൽപ്പക്കക്കാരുമെല്ലാം സന്ധ്യയുടെ വിയോഗം താങ്ങാനാകാത്ത മാനസികാവസ്ഥയിലാണ്. ഞങ്ങൾ വള്ളത്തിൽ പോയി വെള്ളം കൊണ്ടുവന്നാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ല, ഞങ്ങൾക്ക് തുരുത്തിൽ കിണറും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എത്രയുമൊക്കെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ഒരുക്കി തരണം. ജനപ്രതിനിധികൾ ആരെങ്കിലും ഒക്കെ ഇത് അന്വേഷിച്ച് വന്നിരുന്നോ? ഇവിടെ ആരും വന്നില്ല. എൻ്റെ അറിവിൽ ആരും വന്നിട്ടില്ല. കോർപ്പറേഷനിൽ നിന്ന് ഒരൊറ്റ മനുഷ്യരും കയറിയിട്ടില്ല. ആരും കയറിയിട്ടില്ല. കുടിവെള്ളം ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ഇനി അക്കരെ പോയി വെള്ളം കോരാൻ വയ്യ. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാർക്കും തുഴപ്പറിയാൻ വയ്യാത്ത പെണ്ണുങ്ങളാണ്. വള്ളം തുഴന്ന് വേണം വെള്ളം കൊണ്ട്. ഞങ്ങൾക്ക് കടത്തുകാരാണ് ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് 2 വള്ളമുണ്ട്. ആ വള്ളത്തിലെ ആൾക്കാരാണ് ഞങ്ങൾക്ക് വെള്ളം വീട്ടിൽ കൊണ്ട് തരുന്നത്. കുടുംബ വീടിനടുത്ത് വാട്ടർ മീറ്റർ ഉണ്ട്. ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെങ്കിലും മീറ്റർ വാടക കൃത്യമായി അടച്ചേ പറ്റൂ. ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കൊണ്ടുവച്ചേക്കുന്ന മീറ്റർ, അതായത് ഇവിടെ കാണാം, എന്താ കണ്ടോ, മീറ്റർ കൊണ്ടുവച്ചിരിക്കുക. അതിനുശേഷം ഞങ്ങൾ പൈസ അടയ്ക്കണം. ഈ ഒരു തുക എങ്ങനെ എഴുതി തരും? ഞങ്ങൾ അത്രയും ആ തുക തന്നെ ഞങ്ങൾ കൊണ്ട് നടക്കുക. ഇപ്പോൾ ഒരു ജീവൻ തന്നെ പോയി. ഇനി ഞങ്ങൾക്കാണെങ്കിൽ വള്ളം പോലും തുഴക്കാൻ അറിയാമേത്ത ആൾക്കാരാണ്. ഒരു വള്ളത്തിനകത്ത് ഇച്ചിരി വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ എങ്ങനെ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നാളെ രാവിലെ 7 മണിക്ക് സന്ധ്യയുടെ മൃതദേഹം കുടുംബ വീട്ടിൽ എത്തിക്കും. നാളത്തെ ആവശ്യത്തിനുള്ള വെള്ളം വീപ്പകളിൽ ശേഖരിച്ചിട്ടുണ്ട്. തുരുത്തിലെ ചെറുപ്പക്കാരാണ് വെള്ളം ചുമന്ന് വീപ്പകളിൽ നിറച്ചത്. നാളെ 11 മണിക്ക് മുക്കാട് ഹോളി ഫാമിലി പള്ളി സെമിത്തേരിയിൽ സന്ധ്യയുടെ സംസ്കാര ചടങ്ങ് നടക്കും. സന്ധ്യയുടെ വേർപാടിന്റെ വേദനയിലാണ് പുത്തൻതുരുത്ത് നിവാസികൾ. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, കൊല്ലം.